വെൽക്കം ബാക്ക്. BC ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളെ പറയുന്ന, സംഭവങ്ങളുടെ സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്ന, കഥകളുടെ കാണാപ്പുറങ്ങളെ പങ്കിടുന്ന BC ടോക്സിന്റെ ഓരോ എപ്പിസോഡുകൾക്കും ലഭിക്കുന്ന ഊഷ്മള സ്വീകരണത്തിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കമന്റിലൂടെ നിങ്ങൾക്ക് എന്നോട് സംവേദിക്കാവുന്നതാണ്. മാത്രമല്ല, കമന്റിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കഴിവതും മറുപടികൾ നൽകാറുമുണ്ട്. ഇതുവരെ കേൾക്കാത്ത പുതിയ ഒരു സാഹചര്യങ്ങളുടെ സംഭവങ്ങളുമായി ഇന്ന് BC ടോക്കിൽ നമുക്ക് ഒത്തുചേരാം. ആദമിന് മതമുണ്ടോ? ആദം സ്ഥാപിച്ചത് എന്ന് പറയുന്ന ഒരു മതം ലോകത്തിൽ നിലവിലുണ്ട്. ആ മതത്തിന്റെ പിന്നാമ്പുറങ്ങളെയും ആചാരങ്ങളെയും അവരെക്കുറിച്ചുള്ള ചില അറിവുകളെയും ഇന്ന് നമുക്ക് തമ്മിൽ പങ്കിടാം. യഹൂദ മതവും ക്രിസ്തീയ മതവും ഇസ്ലാമിക മതങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായി അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് മാണ്ഡയന്മാർ, അല്ലെങ്കിൽ ജ്ഞാനേയവാദികൾ. അവര് വളരെ പുരാതനമായ ചരിത്രങ്ങളെ അവകാശപ്പെടുന്ന ഒരു കൂട്ടരാണ്. ജ്ഞാനികൾ എന്നർത്ഥം വരുന്ന മാണ്ഡയൻ എന്ന പദത്തിൽ നിന്ന് ഉരുവാക്കപ്പെട്ട ഈ പദത്തിന്റെ അർത്ഥങ്ങളെ പിൻഗമിക്കുന്ന അവരുടെ വ്യത്യസ്ത ആചാരങ്ങളെ അവർ ഇന്നും പിന്തുടരുന്ന ആ മതത്തിന്റെയും ആ സാഹചര്യങ്ങളുടെയും പിന്നാമ്പുറങ്ങളാണ് ഇന്ന് നാം പങ്കിടുന്നത്. ഒരു മതത്തിന്റെയും പ്രമോഷനോ ഒരു മതത്തെ പുകഴ്ത്തുവാനോ ഇകഴ്ത്തുവാനോ അല്ല ഈ എപ്പിസോഡ്. വളരെ ശ്രദ്ധാപൂർവം നാം അറിയേണ്ടുന്ന ചില അറിവുകളുടെ പങ്കിടൽ മാത്രം ഈ എപ്പിസോഡിൽ കാണാം. മാണ്ഡയ മതത്തിന്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച്. അറിവ് എന്നർത്ഥം വരുന്ന ജ്ഞാനേയം, നോയിച്ച്, മാണ്ഡയം എന്നീ പദങ്ങളിൽ നിന്നാണ് മാണ്ഡയർ എന്ന പദത്തിന്റെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യകാല ചരിത്രങ്ങൾ അവരുടെ വിവരിക്കുന്ന ഗ്രന്ഥം 4 മുതൽ 6 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ഹരൺ ഗവൈദ, അതാണ് അവരുടെ പ്രധാനപ്പെട്ട മതഗ്രന്ഥവും. അതിന്റെ അർത്ഥം മഹത്തായ വെളിപ്പാടിന്റെ ചുരുൾ എന്നാണ് അതിന്റെ അർത്ഥം. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ ചിലർ, നസ്രയർ അഥവാ മാണ്ഡയന്മാർ, യെരുശലേം വിട്ട് മേദ്യയുടെ, ഇന്നത്തെ മീഡിയ, ഇറാഖിന്റെ ചില പ്രവിശ്യ ഭാഗങ്ങളിലേക്ക് കുടിയേറി 1-ാം നൂറ്റാണ്ടിൽ. പീഡന നിമിത്തം ഇവരിങ്ങനെ കുടിയേറിയെന്നാണ് അന്ന് ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ കുടിയേറ്റക്കാർ ആദ്യം ഹാരാനിലേക്ക്, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയിലേക്ക്, അല്ലെങ്കിൽ ഹൗറാനിലേക്ക് അന്ന് കുടിയേറ്റപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇറാനിലെ മീഡിയൻ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തുള്ള മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങളിൽ ഇവരന്ന് കുടിയേറി പാർത്തു എന്നാണ് പൊതുവെയുള്ള ചരിത്രപരമായ രേഖകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ കുടിയേറി പാർക്കുകയും തീവ്രമായിട്ടുള്ള മതാചാരങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ യോഹന്നാൻ ഉൾപ്പെട്ടു നിന്ന എസ്സീനിയ സന്യാസി സമൂഹത്തിന്റെ ജീവിതചര്യകളെ വിവരിക്കുകയുണ്ടായല്ലോ. ഏകദേശം സമാനമായ ജീവിതചര്യകളെ പിന്തുടരുന്ന ഒരു കൂട്ടരാണ് മാണ്ഡയന്മാർ. ഇവരെക്കുറിച്ച് പൊതുവെ ലോകമറിയപ്പെടുന്ന ശ്രദ്ധേയമായ ജേണലുകൾ നിക്കോൾ സിയോഫി എന്ന സിറിയൻ ക്രിസ്ത്യാനിയും ബ്രിട്ടീഷ് സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞനായ ലേഡി EMS ഡോവറും, അതോടൊപ്പം തന്നെ 1650-കൾ ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് തവേറിനിയറുമൊക്കെ എഴുതിയ ലേഖനങ്ങളിലൂടെയാണ് ലോകം ഇവരെ അധികം അറിയുന്നത്. കാരണം ഇവർ ജനസംഖ്യയിൽ ഇവര് വളരെ ചുരുക്കമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്. ഇവരെക്കുറിച്ചുള്ള പ്രധാന ചരിത്ര ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുരുളുകളിൽ നിന്നാണ്. പാർത്തിയൻ ഭരണകാലത്ത് രാജകീയ സംരക്ഷണത്തിന് കീഴിൽ മാണ്ഡയന്മാർ തഴച്ച് വളർന്നിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നാസിയൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ പ്രധാന പുരോഹിതനായിരുന്ന കാർത്തിയറും അദ്ദേഹത്തിന്റെ എല്ലാ പേർഷ്യൻ മത വിശ്വാസികളും ഇവരോട് വളരെ ഊഷ്മളമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അക്കാലഘട്ടത്തിൽ ഇവർക്ക് അസാധാരണമായ ഒരു വളർച്ച മതപരമായി ഉണ്ടായി. പിന്നീട് മെസൊപ്പൊട്ടേമിയയിൽ മുസ്ലിങ്ങൾ ആ രാജ്യത്തെ കീഴടക്കി ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യപ്രവിശ്യകൾ വളരെ പ്രബലപ്പെടുമ്പോൾ, മുസ്ലിം ഭരണത്തിന് കീഴെ പ്രബലപ്പെടുമ്പോൾ BC 640 മാണ്ഡയന്മാരുടെ നേതാവായിരുന്ന അനുഷ്ബാർ ഡങ്ക മുസ്ലിം ഭരണാധികാരികൾക്ക് മുമ്പാകെ ഹാജരായത് അവരോടൊപ്പം വളരെ ബന്ധം പുലർത്തിയിരുന്നു എന്നും ആ ചരിത്രരേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമായി, മണ്ടയന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായി പറയപ്പെടുന്ന മറ്റൊരു പുസ്തകമാണ് ജിൻസ റബ്ബ. അതിൻ്റെ ഒരു പകർപ്പിൽ അവര് ഈ മുസ്ലിം പ്രവാചകന്മാരെ കുറിച്ചുള്ള രേഖകൾ കാണിക്കുകയും അങ്ങനെ ആ രേഖകൾ നിമിത്തം മതപരമായ ഒരു ബന്ധം തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുകയും ഖുറാനിലെ സെക്കരിയ, ഖുറാനിൽ പ്രത്യക്ഷപ്പെടുന്ന പുരോഹിതനായിരിക്കുന്ന സെക്കരിയ ഇവരുടെ മതത്തിന്റെ പ്രധാന ഗുരുവായ യോഹന്നാൻ സ്നാപകന്റെ പിതാവാണെന്ന് ഇവർ അവകാശപ്പെടുകയും ചെയ്തു. തന്നിമിത്തം ആ മുസ്ലിം ഭരണകാലത്ത് ഇവർക്കൊരു വലിയ ബന്ധം ഈ ഭരണാധികാരികളുമായി കിട്ടിയത് ഇവരുടെ വളർച്ചയ്ക്ക് വളരെ കാരണമായി. എന്നാൽ 762 ബാഗ്ദാദ് സ്ഥാപിതമായതിനു ശേഷം ഇവർക്ക് അത്രമാത്രം ഒരു വലിയ വളർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, സ്വരാഷ്ട്രീയക്കാർ എന്നിവരോടൊപ്പം പരാമർശിക്കപ്പെടുന്ന മാണ്ഡയന്മാർ, ഖുറാനിലെ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇവരെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1290-1290 ടെസ്നിക്കയിൽ നിന്നുള്ള ഒരു കത്തോലിക്ക ഡൊമിനിക്കൻ സന്യാസി, അദ്ദേഹത്തിന്റെ പേര് റിക്കാൾഡോ ഡ മോണ്ടോ ഡി ക്രോസ് എന്നാണ്. അതുപോലെ തന്നെ റിക്കോൾഡ് പെനിനി തുടങ്ങിയവർ മെസ്സപ്പത്തോമിയയിൽ വെച്ച് മാണ്ഡയന്മാരെ കണ്ടുമുട്ടിയതായിട്ട് ചരിത്രരേഖകളിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ചിരുന്ന ചരിത്രപരമായ പ്രാധാന്യങ്ങളും വളർച്ചകളുമൊക്കെ ഇവരെ വളരെയധികം സഹായിച്ചു നിലനിൽപ്പിന് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇഗ്നേഷ്യസ് ഓഫ് ജീസസ് തുടങ്ങിയുള്ള പ്രാചീനമായിട്ടുള്ള സന്യാസി സമൂഹങ്ങൾ, ക്രൈസ്തവ സന്യാസി സമൂഹങ്ങൾ, മിഷണറി ആളുകൾ അവരുടെ പല യാത്രകളിലും ഈ മാണ്ഡയന്മാരെ പലയിടത്ത് കണ്ടുമുട്ടിയതായിട്ട് ഈ പോർച്ചുഗൽ രേഖകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാണ്ഡയന്മാരുടെ പ്രധാന ഗുരു ആയി അവർ അംഗീകരിക്കുന്നത് യോഹന്നാൻ സ്നാപകനെയാണ്. അതുകൊണ്ടാണ് മാണ്ഡയന്മാരെ യോഹന്നാൻ സ്നാപകന്റെ പിന്മുറക്കാരായിട്ട് ചരിത്രത്തിൽ പരിഗണിക്കുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അല്ല ഇവരുടെ മതത്തിന്റെ സ്ഥാപകൻ എന്നാണ് പറയുന്നത്. അവർ ആദാമ്, ഹാബേല്, ഷേത്ത്, ഹാനോക്ക്, നോഹ തുടങ്ങിയ ആളുകളെയും തുടർന്ന് ഇങ്ങോട്ട് വന്ന് യോഹന്നാൻ സ്നാപകൻ വരെയുള്ള എല്ലാവരെയും തന്നെ പ്രാധാന്യമുള്ള ഗുരുക്കന്മാരായിട്ട് അവർ കരുതുന്നുണ്ട്. എന്നാൽ ഇവർ മതം സ്ഥാപിച്ചത് ആദം എന്നാണ് അവരുടെ വിശ്വാസം. ഒരുപക്ഷെ ആദം സ്ഥാപിച്ചതായി ലോകത്തിൽ കരുതപ്പെടുന്ന, വിശ്വസിക്കുന്ന ഏക മതം ഈ മാണ്ഡയ മതമാണ്. ജ്ഞാനമാണ് അവരുടെ പ്രധാനമായ വിഷയം തന്നെ. ഇവരുടെ പ്രധാനമായ വിശ്വാസം ഹൈ റബി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജീവനുള്ള ദൈവവുമായി പ്രത്യേക ജീവിതചര്യകളിലും അമിതമായ വിശുദ്ധിയിലും ജീവിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് യോർദാന എന്ന് പറഞ്ഞാൽ ജീവജലം അത് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ ഒന്നാമത്തെ വിശ്വാസം. രണ്ടാമത്, ഇവരുടെ ഇടയിലെ വ്യത്യസ്തമായ ഒരു ആചാരം, സാധാരണ എല്ലാ മതങ്ങളുടെ ഇടയിലും, വിവിധ മതങ്ങളുടെ ഇടയിൽ സ്നാനമുണ്ട്. പക്ഷെ ജ്ഞാനേയ മതക്കാർ അല്ലെങ്കിൽ മാണ്ഡയന്മാരുടെ ആചാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആവർത്തിച്ചുള്ള സ്നാനമാണ്. അവരൊരിക്കലല്ല സ്നാനപ്പെടുന്നത്. അവര് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചകളിലും അവരൊന്നിച്ചു കൂടുന്ന സമയങ്ങളിലും ഒക്കെ അവര് വീണ്ടും വീണ്ടും സ്നാനം നടത്താറുണ്ട്. അതിന്റെ അർത്ഥം ജീവിത വിശുദ്ധിക്ക് വേണ്ടി അവർ ചെയ്യുന്ന കർമ്മം എന്നാണ് അതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ എപ്പോഴും ഏതെങ്കിലും ജലലഭ്യതയുള്ള നദീതടങ്ങളിലാണ് ഇവരുടെ സംസ്കാരങ്ങളും വളർച്ചകളും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ആചാര പ്രാധാന്യം അവർക്കുണ്ട്. ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ആചാരം തന്നെ ഈ വിധത്തിലുള്ള ഒരു സ്നാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്, ഹൈ റബിയുടെ മറ്റൊരു പേരായ മൽക്കാഡി നൂറ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ രാജാവ്. ആരോഗ്യവും ശക്തിയും പുണ്യവും നീതിയും പ്രദാനം ചെയ്യുന്ന മാലാഖമാരെ ഇവർ പറയുന്നത് ഉത്രകൾ എന്നാണ്. വെറും മാലാഖയല്ല, ഓരോ വ്യക്തിക്കും അവരെ ശരിക്കും സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ സൂക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ മാലാഖമാരായി അവരോടൊപ്പം എപ്പോഴും ആളുകളുണ്ടെന്നും അതിന്റെ ശക്തി, അങ്ങനെ ലഭിക്കുന്ന ശക്തി അവർക്ക് വെളിച്ചത്തിന്റെ പ്രകാശനമാണെന്നുമാണ് അവരുടെ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, അവർ ആത്മാവിന്റെ അമർത്യത വിശ്വസിക്കുന്നുണ്ട്. പ്രതിഫല ശിക്ഷയും അടുത്തുള്ള ജന്മത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രധാന ആശങ്കയുമാണ് ഈ വിശുദ്ധ ജീവിതത്തിന്റെ പ്രാധാന്യത്തിന് അവർ കരുതുന്ന ഏറ്റവും മഹത്തരമായ കാര്യം. എന്നാൽ ഇതേ സമയത്ത് തന്നെ ദൈവം കാരുണ്യവാനായതുകൊണ്ട് ശാശ്വതമായി ആരെയും ശിക്ഷിക്കുന്നില്ലെന്നും കഠിനമായ ശിക്ഷയിലേക്ക് ആരെയും കടത്തിവിടുന്നില്ലെന്നും ഇവര് പ്രധാനമായും വിശ്വസിക്കുന്നുണ്ട്. E.S. ഡോവർ എന്ന് പറയുന്ന ചരിത്രകാരന്റെ അഭിപ്രായമനുസരിച്ച് പ്രാചീന മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും നടത്തിയ പഠനങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, ജ്ഞാനത്തിന്റെ സവിശേഷത 9 കാര്യങ്ങളാണ് ഉള്ളത്. ആ അറിവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും രൂപപ്പെടുന്നതെന്നാണ് ഈ ജ്ഞാനേയ മതക്കാർ വിശ്വസിക്കുന്നത്.
അടുത്തൊരു കാര്യം, പരമോന്നതമായ രൂപരഹിതമായ ഒരസ്തിത്വം മനുഷ്യന് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ രൂപമല്ല, അതിനകത്ത് ആന്തരികമായ ഒരു മനുഷ്യനുണ്ടെന്നും ആ മനുഷ്യന് അരൂപിയാണെന്നും, അത് ശരീരത്തിൽ കുടികൊള്ളുന്നു എന്നേ ഉള്ളൂ, അവർ അരൂപിയാണെന്നും ഈ മതക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഒരു പരിണിതഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്തൊരു നില എന്തെന്ന് അവർ പറയുന്നത്, അതിന്റെ ആവിഷ്കാര സമയങ്ങളിലും സ്ഥലത്തും ആത്മീയമായ ഭൗതികമായ ജീവജാലങ്ങളോടുകൂടെ വസിക്കേണ്ടതിനും ഭൗതിക വിഷയങ്ങളോട് ഇടപെടേണ്ടതിനും വേണ്ടി മാത്രമാണ് ഈ ശരീരം നൽകപ്പെട്ടിരിക്കുന്നതെന്നും അവര് വിശ്വസിക്കുന്നുണ്ട്. അടുത്തതായി അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം ദ്വൈതവാദമാണ്. എല്ലാറ്റിനും രണ്ട് ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. നന്മയ്ക്ക് തിന്മ, ഇരുളിന് വെളിച്ചം, ആണിന് പെണ്ണ്, സമ്പന്നതയ്ക്ക് ദാരിദ്ര്യം, സമാധാനത്തിന് യുദ്ധം, എല്ലാറ്റിനും രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഇടതും വലതുമായി നിൽക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ, അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ കോസ്മിക് റൂളായിട്ട് അവരതിനെ വിശ്വസിക്കുകയും അതിന്റെ സാക്ഷാത്കാരങ്ങളാണ് ഈ നടക്കുന്നവയെല്ലാം എന്ന് അവർ വിശ്വസിച്ച് ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ഒരു പ്രവാസിയായിട്ട്, ഒരു ബന്ധിയായിട്ട് ശരീരത്തിൽ വസിക്കുന്നുവെന്നും അത് എപ്പോൾ വേണമെങ്കിലും അതിന്റെ ഈ വാസസ്ഥലത്തെ ഉപേക്ഷിച്ചിട്ട് അതിന്റെ പരമോന്നതമായ അതിന്റെ സ്ഥാനത്തേക്ക് വാങ്ങിപ്പോകാമെന്നും അത് ഒടുവിൽ ഈ ഭൂമിയിൽ മടങ്ങി വരുമെന്നും അവര് വിശ്വസിക്കുന്നുണ്ട്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വിധിയും മനുഷ്യരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണെന്നും മരണാനന്തരം തടവിൽ വെക്കുന്ന സ്ഥലങ്ങൾ, നരകങ്ങൾ പോലെ തടവിൽ വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നും അത് സാധാരണ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അനന്തമായി നിത്യമായി നരകത്തിൽ തള്ളുകയല്ല, ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആക്കിവെക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ജീവിതത്തിലൂടെ അതിനുശേഷവും പ്രകാശത്തിന്റെ ലോകത്തേക്കുള്ള ഒരു യാത്രയിലാണ് ആത്മാവ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഈ ആത്മാക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രകൾ അല്ലെങ്കിൽ മാലാഖമാർ ഉള്ളത് എന്ന് അവര് വിശ്വസിക്കുന്നു. രഹസ്യങ്ങൾ അവരുടെ ഒരു പ്രാധാന്യമുള്ളത്. അവര് ജീവിതത്തിൽ ഏറ്റവും അധികം സൂക്ഷിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു വെളിപ്പാടിന്റെ രഹസ്യമോ അവരുടെ സമൂഹത്തിന് പുറത്ത് പോകാൻ പാടില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ അകത്ത് ആന്തരികമായ രഹസ്യങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാലാഖമാരുടെ ആരുടെയും പേര് വിജാതീയരായ ഒരാളോട് അവർ പറയില്ല. വളരെ വിചിത്രമായ ശീലങ്ങളാണ് അവർക്കുള്ളത്. ഒരു മാലാഖയുടെ പേര്, നമ്മളിപ്പോൾ ഗബ്രിയേൽ മാലാഖ അല്ലെങ്കിൽ മീഖായലിന്റെ പേര് നമ്മൾ പറയും. ഗബ്രിയേലും മീഖായലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. പക്ഷെ ഇവര് ഒരിക്കലും ഒരു മാലാഖയുടെ പേര് വിജാതീയരായ ഒരാളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ തങ്ങളോട് പറയുന്ന രഹസ്യത്തെ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയോട് പറയാൻ പാടില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ വിചിത്രമായ ഒരു ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഈ മാണ്ഡയ മതക്കാർ. ഇതിനകത്ത് ഏറ്റവും നമുക്ക് ചിന്തനീയമായി തോന്നുന്നത്, ആദാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ പിതാവായിട്ടാണ് ആദാമിനെ എല്ലാവരും കരുതുന്നത്. പക്ഷെ മാണ്ഡയർ അങ്ങനെയല്ല കരുതുന്നത്. അവർ ആദാമാണ് ജ്ഞാനം മനുഷ്യനെ സമ്മാനിച്ച വ്യക്തി. അങ്ങനെ ജ്ഞാനത്തെയും അറിവിനെയും മനുഷ്യർക്ക് സമ്മാനിച്ചു കൊടുത്ത വ്യക്തി എന്ന നിലയിൽ ആദമിനെ അവരുടെ മതത്തിന്റെ സ്ഥാപകനായി, ആരംഭ വ്യക്തിയായി അവർ കരുതുന്നു. അവരുടെ മതസ്ഥാപകനായി ആദമിനെ അവർ പരിഗണിക്കുന്നു. മാണ്ഡവന്മാർക്ക് നിരവധി പ്രവാചകന്മാരുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യഹിയ അല്ലെങ്കിൽ യോഹന്നാൻ അവരുടെ പ്രധാന പ്രവാചകനാണ്, സ്നാപക യോഹന്നാനാണത്. അതുപോലെ തന്നെ യുഹാന മഷ്ബാന, യുഹാന മാർ സക്കറിയ, ഇതെല്ലാം യോഹന്നാനെ കുറിക്കുന്ന പദങ്ങളാണ് അവരുടെ. അതുപോലെ ആദമിലൂടെ തങ്ങൾക്ക് ലഭിച്ച ജ്ഞാനത്തിന്റെ സമ്പാദനത്താലാണ് ജീവിക്കാനും ആർജിക്കാനും അറിവുണ്ടാക്കാനും അതുപോലെ തന്നെ രോഗശാന്തി, നിലനിൽപ്പ് മുതലായവയെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ അറിവുകൾ ഇവർക്ക് സമ്പാദിതമായതെന്നാണ് അവരുടെ വിശ്വാസം. രണ്ടാമത്, ഈ ഗുരുക്കന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ മറ്റൊരു വിശ്വാസം, അബ്രഹാമിനെയോ മോശയോ അവരൊരിക്കലും അവരുടെ ഗുരുവായിട്ടോ പ്രവാചകന്മാരായിട്ടോ അംഗീകരിക്കുന്നില്ല. അബ്രഹാമും യേശുവും യഥാർത്ഥത്തിൽ മാണ്ഡയന്മാരുടെ പുരോഹിതന്മാരായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദാം മുതൽ ഹാബേൽ ഇങ്ങനെ തുടങ്ങിയവരെയെല്ലാം അവരുടെ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ അവരെ പരിഗണിക്കുന്നുണ്ട്. മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതൊന്ന് അവരുടെ ജിൻസ് റപ്പ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അല്ലെങ്കിൽ അവരതിനെ ജിൻസ എന്ന് വിളിക്കും. ജിൻസ അവർക്ക് ലഭിച്ചത് അവരുടെ ഓളഫോണുകൾ എന്ന് അവർ വിളിക്കുന്ന ജ്ഞാനത്തെ മനുഷ്യർക്ക് വിളമ്പുന്ന വെളിപ്പാടുകൾ നൽകുന്ന ദൂതന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ നൂറ്റാണ്ടുകളുടെ ആദ്യത്തെ ചുരുളുകൾക്ക് ഈ സമാനമായ പേര് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ അവരത് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ഭാരതീയ സാമ്രാജ്യത്തിലെ അവസാനത്തെ മാണ്ഡയന്മാരുടെ നിലനിൽപ്പുകളൊക്കെ ഈ കോളഫോൺ എന്ന് പറയുന്ന
ഈ ചുരുളുകൾ, അത് ചുരുളുകളുമാണ്, അത് അവരുടെ ഭാഷയിൽ അവർക്ക് വെളിപ്പാടുകളെ നൽകുന്ന കാര്യങ്ങളുമാണ്. ഇവരുടെ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഇവർക്ക് വാമൊഴികളായി കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രന്ഥമാണ് ഹരൻ ഗവൈദ എന്ന് പറയുന്ന പുസ്തകം. ഇത് മാണ്ഡയന്മാരുടെ ചരിത്രം പറയുകയും അവരുടെ ജീവിതചര്യകളെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രന്ഥമനുസരിച്ച് നസ്രയന്മാർ, അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഇവരെ അങ്ങനെ വിളിക്കുന്നൊരു പേരുണ്ട്. അവരുടെ പുരോഹിതന്മാരെ വിളിക്കുന്ന പേരാണ് നസ്രയന്മാർ. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിന്റെ നാശത്തിന് മുമ്പ് യഹൂദ വിട്ട് പരിസരങ്ങളിലേക്ക് കയറിപ്പോയ ചരിത്ര ഭാഗങ്ങൾ പറയുന്നതുകൊണ്ട് ബൈബിളിൽ ഈ ചരിത്ര പുസ്തകങ്ങൾക്ക് നമ്മൾ നൽകുന്ന പോലെ ഒരു പ്രത്യേക പ്രാധാന്യം ഈ ഭാഗത്തിന് അവർ നൽകുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനാ പുസ്തകത്തിന്റെ പേര് ക്വാലസ്ക എന്നാണ്. ക്വാലസ്ക അവരുടെ പ്രാർത്ഥനാ ഗ്രന്ഥം. എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുടെ വിവിധ രീതികൾ, മതപരമായ ആചാരങ്ങൾ, ഇവയൊക്കെ വെളിപ്പെടുത്തുന്ന പുസ്തകം അതാണ്. മാണ്ഡയന്മാരുടെ പ്രധാന കൃതികൾ പിന്നീടുള്ളത് യോഹന്നാന്റെ പുസ്തകമാണ്. യോഹന്നാന്റെ പുസ്തകം, അതിൽ നിന്നാണ് അവർ ഈ രാശിചക്രം, ആത്മാവിന്റെ നില തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആരാമികമായ മന്ത്രവാദ പുസ്തകങ്ങളുടെ ചുരുളുകളൊക്കെ ഇതിനോട് ചേർത്തിട്ടുണ്ട്. അവയൊക്കെ ഇരുട്ടിന്റെ സ്വാധീനങ്ങളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന പുസ്തക ഭാഗങ്ങളാണ് അവ. പിന്നീട് കോഡിസുകൾ എന്ന് പറയുന്ന ചുരുളുകൾ ഇവരുടെ പ്രാധാന്യമുള്ള ഗ്രന്ഥമാണ്. മാണ്ഡയ സാഹിത്യത്തിൽ യഥാർത്ഥത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം ആരാമ്യ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ മോണ്ടോയിക് എന്ന പദം തന്നെ ആരാമ്യ ഭാഷയിൽ നിന്ന് ഉരുവാക്കപ്പെട്ടിട്ടുണ്ടെന്നും മോണ്ടോയിക് ലിപിക്ക് ആവശ്യത്തിലധികം പ്രാധാന്യം നമ്മൾ ഹീബ്രു, ഗ്രീക്ക് തുടങ്ങിയവ വേദശാസ്ത്രപരമായി ബൈബിളിന്റെ വ്യാഖ്യാനത്തിന് ഉപയോഗിക്കുന്നത് പോലെ ഇവർ അടിസ്ഥാനപരമായി പഠിച്ചാണ് ഈ പുസ്തകങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അപ്പോൾ അവർ നിറവേറ്റുന്നത്. ഇവർക്ക് പിന്നീട് വേറൊരു കാര്യമുള്ള, വിശക്കുന്ന ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കാരണവശാലും അവന് ആഹാരം നൽകണം. ദാഹിക്കുന്ന ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് കാരണവശാലും വെള്ളം നൽകണം. അതവർക്ക് നിർബന്ധമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് കൊടിയ പാപങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് എണ്ണപ്പെടുന്ന ഒരു കാര്യമാണ്. പാവപ്പെട്ടവർക്ക് ദാനങ്ങളെ നൽകുക എന്നുള്ളത് നിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു ദാനം കൊടുത്താൽ, ഒരു വ്യക്തിക്ക് ഒരു ദാനം കൊടുത്താൽ അതിനെ ഒരു മനുഷ്യനോടും പറയാൻ പാടില്ല. ഭാര്യയോടോ മക്കളോടോ അപ്പനോടോ സ്നേഹിതരോടോ ആരോടും തന്നെ കൊടുക്കുന്ന ഒരു ദാനത്തെക്കുറിച്ചും പറയുവാൻ പാടില്ല എന്നുള്ളത് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. ഇവര് ആയുധങ്ങൾ ഒരിക്കലും കയ്യിൽ കരുതാൻ പാടില്ല. ഇരുമ്പായുധങ്ങൾ ഒന്നും തന്നെ കയ്യിൽ കരുതുവാനായിട്ട് പാടില്ല. കാരണം ഇവർ വിശ്വസിക്കുന്നത് ഇവരോടൊപ്പം എപ്പോഴും ഇവരെ സംരക്ഷിപ്പാൻ ഇവരുടെ പുത്രകൾ, ദൂതന്മാർ, കാവൽ മാലാഖമാർ ഇവരോട് കൂടെ ഉള്ളതുകൊണ്ട് ആയുധങ്ങളെ സൂക്ഷിക്കുന്നത് ദൂതന്മാരെ ഇവരിൽ നിന്ന് അകറ്റി നിർത്തുമെന്നാണ് ഇവരുടെ വിശ്വാസം. പിന്നീട് ഇവർക്കുള്ള മറ്റൊരു കാര്യം, ഇവരൊരിക്കലും റെക്കമെൻഡേഷൻസ്, ഒരു ശുപാർശകൾ അധികാരികളുടെയോ രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ മനുഷ്യരുടെയോ സൈനികരുടെയോ ഒന്നും ഒരു റെക്കമെൻഡേഷൻസും ഇവർ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. സ്വർണമോ വെള്ളിയോ സമ്പാദിച്ചു വെച്ചിട്ട് അതുകൊണ്ട് ഇത് ചെയ്യുമെന്ന് ഒരു കാര്യത്തിൽ ആശ്രയിച്ച് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വർണമോ വെള്ളിയോ സമ്പാദിച്ചു വെച്ച് ഒരു കാര്യം നടത്തുമെന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു ധനാശ്രയം ഇവർക്ക് പാടില്ല എന്നുള്ളതാണ്. ആത്മാക്കൾക്ക് ഏറ്റവും മൂല്യമുള്ള കാര്യം ക്ഷമ, സ്നേഹം, നന്മയുള്ള ജീവിതത്തോടും മറ്റുള്ളവരുടെ ജീവിതത്തോടും കാണിക്കുന്ന വലിയ കൂറും സ്നേഹവും ബഹുമാനവും ഇവർക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മാണ്ഡയന്മാരുടെ ആരാധനയിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം അവരുടെ മസ്ബൂത എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും അവരിങ്ങനെ സ്നാനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കും. അവര് ആത്മാവിന്റെ കയറ്റം, ഓരോ സ്നാനം കഴിയുമ്പോഴും അവരുടെ ആത്മാവിന്റെ നിലവാരം കൂടിക്കൊണ്ടിരിക്കും, ശുദ്ധീകരണം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും മാണ്ഡയന്മാർ വിശുദ്ധ ദിനത്തിൽ ശുദ്ധീകരണത്തിന്റെ ചടങ്ങായിട്ട് ഈ സ്നാനങ്ങളെ അവർ മസ്ബൂത എന്ന് പറയുന്ന സ്നാനം അവർ നടത്താറുണ്ട്. അത് കഴിവതും നദിയിൽ തന്നെ നടത്തണമെന്ന് അവർക്ക് പ്രത്യേകമായ ഒരു ചിട്ടയുള്ള ആളുകളാണ്. അടുത്തതൊന്ന്, സ്നാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ എള്ളെണ്ണ നല്ലെണ്ണ ഒക്കെ അറിയാലോ, എള്ളെണ്ണ കൊണ്ട് ഇവര് അഭിഷേകം ചെയ്യാറുണ്ട്. ശുദ്ധീകരണത്തിലുള്ള ആചാരമായ ഋഷാമ അല്ലെങ്കിൽ താമാഷ ഈ മസ്ബൂദിൽ നിന്ന് വ്യത്യസ്തമായി പുരോഹിതനില്ലാതെ ശുശ്രൂഷ നടത്താവുന്നതാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും പുരോഹിതന്മാരാണ് മസ്താബ നടത്തുന്നത്. എന്നാൽ ഈ പറയുന്ന ഈ ഋഷാമ നടത്താനായിട്ട് പുരോഹിതൻ വേണമെന്നില്ല. അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു കാര്യം നടത്തും. ഈ സ്നാനം പോലെ ഒരു കാര്യം നടത്തും. അതിനകത്ത് മുഴുകൽ സ്നാനമല്ല ഉള്ളത്. കൈകളും കാലുകളും ചെവിയും മുഖവും ഇവരെ കഴുകും, മുങ്ങി ഇവ ഇങ്ങനെ തമ്മിൽ ശുദ്ധീകരിക്കും. അത് പുരോഹിതൻ വേണമെന്നില്ല. ഇവർക്ക് എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് മുമ്പായി ദേഹശുദ്ധി വരുത്തുകയും മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്തിട്ട് ഇവർ തങ്ങൾക്ക് തന്നെ ശാരീരിക ശുദ്ധി സൂര്യോദയത്തിന് മുമ്പ് തന്നെ നടത്തണമെന്നൊരു ആചാരം ഇവർക്കുണ്ട്. തന്നിമിത്തം തന്നെ ഇവർ ചെയ്യുന്നൊരു കാര്യം, രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവർ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നടത്തുന്നത്. സ്ത്രീകൾ അശുദ്ധർ എന്ന് കരുതുന്ന ദിവസങ്ങൾ അവരെ തൊടുകയോ അവരോടുകൂടെ സംസർഗിക്കുകയോ ഈ ആളുകൾ ചെയ്യത്തില്ല. ശവത്തെ അവർ തൊടാറില്ല. ശവത്തെ തൊട്ടാൽ അവർ ശുദ്ധീകരണ നിയമങ്ങളൊക്കെ അവർ തീർച്ചയായിട്ടും പാലിക്കേണ്ടി വരും. പഴങ്ങൾ, പച്ചക്കറികൾ, പാത്രങ്ങൾ, മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഒരു ജോലി,
ആചാരപരമായ വസ്ത്രങ്ങൾ, ഇവയ്ക്കെല്ലാം ശുദ്ധീകരണ നിയമങ്ങൾ പ്രത്യേകമായി ബാധകമാണ്. ഇപ്പം അശുദ്ധ മൃഗങ്ങളെ തൊട്ടാൽ ഇവർക്ക് ശുദ്ധീകരണ നിയമം ബാധകമാണ്. ഇവരുടെ പാത്രങ്ങൾ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതിൽ ഇവരുടെ ശുദ്ധീകരണ നിയമത്തിന് പറ്റാത്ത, യഹൂദന്മാർ ആചാരം പോലെ തന്നെ ശുദ്ധീകരണത്തിന് പറ്റാത്ത ഏതെങ്കിലും ഒരു കാര്യം അതിൽ സംഭവിച്ചാൽ ആ പാത്രത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ അതിനെല്ലാം പ്രത്യേകമായ ചടങ്ങുകളുണ്ട്. ഇവരുടെ വസ്ത്രം, ഇവർ മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ വസ്ത്രം 7 ദിവസത്തേക്ക് അലക്കണം. 7 പ്രാവശ്യം അലക്കണം. 7 ദിവസം 7 പ്രാവശ്യം അലക്കിയതിനു ശേഷം ആ വസ്ത്രം വീണ്ടും അവർ ധരിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഇവരുടെ ഇടയിലെ പ്രസിദ്ധമായ ആചാരങ്ങളാണ്. ഒരു മണ്ടയന്റെ ശവകുടീരം എപ്പോഴും അത് തെക്ക് വടക്കായിരിക്കും അത് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ കാരണം ഈ സീനിയറുടെ ശവകുടീരങ്ങളും വടക്ക് തെക്കായിട്ടായിരിക്കും. അതിന്റെ തലഭാഗം എപ്പോഴും വടക്കായിരിക്കും. അതിന്റെ കാരണം പ്രാർത്ഥനകൾ അവർ വടക്കോട്ട് തിരിഞ്ഞെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനത്തിന്റെ എല്ലാ ഉറവുകളും നന്മയും ഉയർച്ചയും വടക്കേ ദിക്കിൽ നിന്ന് വരുന്നു എന്ന് ഇവർക്കൊരു വിശ്വാസമുണ്ട്. സിദ്ദിഖ് ദാനകർമ്മത്തിൽ മണ്ടയർക്ക് പ്രത്യേകമായ പരിശീലനം അവർ കുഞ്ഞുങ്ങൾക്ക് മുതൽ നൽകുന്നത് പതിവാണ്. പിന്നെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഇവരുടെ നിയമം, വിവാഹത്തിന് ഇവർ ഖാബീൻ എന്നാണ് വിവാഹ നിയമത്തെ പറയുന്നത്. വിവാഹ നിയമത്തിലുള്ളൊരു പ്രത്യേകമായ കാര്യം ഇതാണ്: മാണ്ഡേയ സമൂഹത്തിന് പുറത്ത് നിന്ന് ഒരു വ്യക്തി വിവാഹം ചെയ്താൽ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവൻ ആ സമൂഹത്തിൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള അതേ വിശ്വാസത്തിൽ തന്നെയുള്ള ആളുകളാണ് എടുക്കുന്നത്, വിവാഹം ചെയ്യുന്നത്, വിവാഹത്തിനെടുക്കുന്നത്. നേരെ മറിച്ച് ഈ മതത്തിന് പ്രത്യേകമായ വേറൊരു വിഷയമുള്ളത്, ഒരു അന്യമതത്തിൽ നിന്നൊരു വ്യക്തിക്ക് ഈ മതത്തിൽ ചേരാൻ പറ്റത്തില്ല. അന്യമതത്തിൽ നിന്ന് വ്യക്തി ചേരാം. അതുകൊണ്ടാണ് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഒരു സമയത്ത് വന്നിരുന്ന ഈ മാണ്ഡയ മത വിശ്വാസങ്ങൾ ഇന്ന് ഏകദേശം ചുരുങ്ങി ഏകദേശം 60,000-ഓളം ആളുകൾ മാത്രമായി ലോകത്ത് ശേഷിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഇതാണ്. ഇവർ കുടുംബജീവിതത്തെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളുകളാണ്. ഇതേസമയം ബഹുഭാര്യത്വം, ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യുവാനുള്ള അനുവാദം ഇവരുടെ മതം നൽകുന്നുണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇതാണ്: മനുഷ്യനെ ദൈവം ശരീരം പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുകയാണ് മനുഷ്യന്. അതുകൊണ്ട് ഇവർ ഒരിക്കലും സർജറി ചെയ്യത്തില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നത് കൊടിയ പാപമാണ്. കാര്യം അതോടുകൂടി ആ ശരീരം വികലമാകുന്നു എന്നുള്ളത് കൊണ്ട് ശരീരത്തെ മുറിച്ചു മാറ്റാൻ പാടില്ല. അതേസമയം ശരീരത്തെ ഇത് കൂടാതെ തന്നെ ഇവർ രക്തം കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യത്തില്ല. റെഡ് മീറ്റ് ഇവർ ഒഴിവാക്കും. ചുമന്ന ഒരു മാംസവും ഇവർ കഴിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ബീഫ് അങ്ങനെയുള്ള ആഹാരങ്ങൾ ഇവർ കഴിക്കാറില്ല. ഇവരുടെ ഉപവാസത്തിന് ഇവർ പറയുന്ന പേര് സൗമ എന്നാണ്. സൗമ ഉപവാസത്തിൽ ഇവരായിരിക്കുന്ന സമയത്ത് ഇവരുടെ പ്രത്യേകത സാവധാനം നടക്കുക. യഥാർത്ഥത്തിൽ ഇവർ ആ സമയത്ത് ലളിതമായ ആഹാരങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. ഇങ്ങനെ വിചിത്രമായ ആചാരങ്ങളെ പിന്തുടരുന്ന, മരണത്തെയും ജീവിതചര്യകളെയും ഒക്കെ വളരെ വിചിത്രമായി കാണുന്ന ഒരു പ്രത്യേകതരം മതക്കാരാണ് ഈ മാണ്ഡായിസം മതക്കാർ. ഇന്നുവരെ ഇറാഖിൽ വളരെയധികമായ ആളുകളുണ്ടായിരുന്നു. എന്നാൽ സംഭവിച്ചൊരു കാര്യം, ഈ അടുത്ത കാലത്ത് ഇറാഖിലെ ആക്രമണത്തിന് ശേഷം, ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടം തകർന്നതിന് ശേഷം ഇവർ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയത് നിമിത്തം ഇന്ന് ഏകദേശം ഒരു 6,000-7,000 പേരെ ഇവരുടെ ഇടയിലുള്ളൂ. ഐക്യരാഷ്ട്രസഭ ഈ മതത്തെയും മതവിശ്വാസികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിവിധ കാര്യങ്ങൾ ഇന്ന് നടപടികൾ എടുക്കുന്നുണ്ട്. എങ്കിലും എല്ലാം കൂടെ ഇവരുടെ അംഗസംഖ്യ 60,000-ൽ താഴെ ഇന്ന് ലോകത്തുള്ളൂ. വിചിത്രമായ ആചാരങ്ങൾ, വിചിത്രമായ മതവിശ്വാസങ്ങൾ, വിചിത്രമായ ജീവിതചര്യകൾ കൊണ്ട് നടക്കുന്ന ആദാം സ്ഥാപിച്ച മതത്തിന്റെ പിന്മുറക്കാരെന്ന് പറയുന്ന ഈ മാണ്ഡയർ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ് ഇവരെ പ്രബലമായി വളർത്തിയെടുത്തതെന്നും യോഹന്നാൻ സ്നാപകന്റെ പിന്മുറക്കാരാണ് ഇവരെന്നും യോഹന്നാൻ സ്നാപകനാണ് അവരുടെ പ്രധാന ഗുരുവെന്നും അവർ വിശ്വസിക്കുന്നു. കാണാത്ത കാര്യങ്ങളും കേൾക്കാത്ത കഥകളും ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളും വിചിത്രമായ സംഭവങ്ങളും ഒക്കെയായി VC ടോക്ക് വീണ്ടും നമുക്ക് കാണും വരെയും സൈനിങ് ഔട്ട്. ടേക്ക് കെയർ.